സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കുന്നത്. സോ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റുഡിയോയിലാണ്. സോ ആക്ച്വലി നമുക്ക് ഇന്നൊരു ഷൂട്ട് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇതിപ്പോൾ രണ്ടാമത്തെ തൊട്ടാണ് ഈ സ്റ്റുഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്യണത്. കാരണം ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷോർട്ട് വ്ളോഗായിട്ട് ഇട്ടത്. അപ്പോൾ ഒന്നൊരു ഫുൾ ഡേ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, വേറൊരു ടീമും കൂടി ഉണ്ട്, ശിവജിത്ത് പറഞ്ഞിട്ട് ബ്രോ ഉണ്ട്, പിന്നെ വീഡിയോ പ്രസൻറ്ററായിട്ട് 2 പേരും കൂടി ഉണ്ട്, അവരെ ഞാൻ കാണിച്ചു തരാം. സോ സ്റ്റുഡിയോ വരുന്നത് എടപ്പള്ളിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ആംബിയൻസും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, ഷൂട്ട് ബോക്സ്. ഇവിടെയാണ് നമ്മുടെ ഷൂട്ട് വരുന്നത്. എടപ്പള്ളി ഒബ്രോ മാളിൻ്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഫുൾ ഡേ ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 12 hours എടുത്തിരിക്കുന്നത്. 2 ദിവസമാണ് ഇത് എടുത്തത്. ബട്ട് നാളത്തെ ഷൂട്ട് ക്യാൻസൽ ചെയ്തിട്ട്, കാരണം സ്ക്രിപ്റ്റ് കുറച്ച് റെഡി ആവാത്തതുകൊണ്ട് അത് വേറെ ദിവസമാക്കി. അപ്പോൾ കയറി ചെല്ലാം. ദൂരത്ത് തുറന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ആംബിയൻസ്. ഇതാണ് ചിന്മയ, വീഡിയോ പ്രസൻറ്റർ. സോ ഇവിടെ കുറച്ച് ലൈറ്റും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ 2 ലൈറ്റ് ഉണ്ട്, അത് ഊരിയിട്ട് സ്റ്റാൻഡിലാക്കണം. പിന്നെ ഫ്രെയിംസും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫ്രെയിമാണ്. കർട്ടൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്രെയിമുണ്ട്, കാരണം ഇവിടെ ചെയർ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, കുറേ ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ കുറേ ഫ്രെയിമും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ. ആൻഡ് പിന്നെ ഉള്ളത് വേറൊരു ടോക്ക് ബോക്സ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നോയ്സ് കേൾക്കില്ല. അതുകൊണ്ട് 2 വീഡിയോ പ്രസൻറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സുഖമായിട്ട് എടുത്തു പോവാം. കാരണം 2 പേര് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരാളെ ഇവിടെ വെച്ചിട്ട് എടുക്കും, മറ്റേ ആൾ അവിടെ വെച്ചിട്ട് എടുക്കും. അതുകൊണ്ട് വോയിസ് അങ്ങനെ പുറത്തേക്ക് കേൾക്കില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് മേക്കപ്പ് റൂം. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഓക്കെ. ഇത് മേക്കപ്പ് റൂം, 2 ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഡ്രസ്സിങ് റൂം. കണ്ട, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് വെച്ചിട്ട് അയൺ ചെയ്യാം. ആൻഡ് ഇത് ഞാനാണ്. ഓക്കെ, അടുത്ത റൂം. പക്ഷെ കറണ്ട് പോയി കാണാൻ ലൈറ്റ് കുറച്ച് കുറവ്. ഇവിടെ അങ്ങനെ വീഡിയോസ് എടുക്കാൻ അത്ര സെറ്റപ്പ് തോന്നില്ല, കാരണം ഭയങ്കര ഡാർക്കായിട്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാബ് ബോർഡ് പിടിച്ചിട്ട് സാധനം ഇട്ടുണ്ടാകും. അതാണ് ഈ സാധനം. ഇവിടെ സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതാണ് ഈ സാധനം, ക്ലാബ് ബോർഡ്. പിന്നെ ഇതൊക്കെ ഫേക്കാട്ടാ, ഈ ബുക്കൊക്കെ ഫേക്കാ, ജസ്റ്റ് ബോക്സാണ്, ഇതൊന്നുമില്ല. ഇതൊക്കെ ഫേക്കാ, അങ്ങനെയാണ്. പിന്നെ അവിടെ ലൈറ്റ് ഉണ്ട്, 2 വാഷ്റൂം കാണിക്കുന്നില്ല. ഇതായിരുന്നു എനിക്ക് വേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു വിചാരിക്കാറുണ്ട്. ഹേ ഗൈസ്, ഞാനാണിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ആൻഡ് ഇത് നിതിനാണ്. നിതിൻ്റെ വ്ളോഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ചിന്മയ്, ഞാനാണ് ഇവിടുത്തെ എല്ലാം മെയിനാണ്. ചുമ്മാ പറഞ്ഞതാണ്, ഞാനാണ് വീഡിയോ പ്രസൻറ്റർ. മെയിനൊന്നല്ല, ചുമ്മാ വെറുതെ പറഞ്ഞതാണ് ഗൈസ്. സോ നിതിനാണ് നമ്മുടെ വീഡിയോഗ്രാഫർ കം എഡിറ്റർ. സോ അവൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യൂ. അവൻ പണിയൊന്നും എടുക്കുന്നില്ല, ഇപ്പൊ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ആക്ട് ചെയ്യുന്നതാണ് ഗൈസ്. അവൻ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പതിയെ ഓരോ ഷൂട്ടുകൾ ചെയ്യാൻ പോവാണ്. ഓരോ സ്ക്രിപ്റ്റുകൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ബൈ. ഓക്കെ, ബൈ. ക്യാമറ ഷെയർ എന്നിട്ടാണ് പോഡ്കാസ്റ്റിലേക്ക് ഇരുന്നത്. ഇതാണ് ശിവജിത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ബ്ലഷ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് ഗൈസ്, അത് വിഷ്വലി വരുമ്പോ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് നിൽക്കാനാണ്. ചുമ്മാ പറയണതാ, മൊത്തം മേക്കപ്പാ. കറണ്ട് പോയിരിക്കുന്നു. ഇതാണ് അഫ്രിൻ ചേച്ചി. കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ട് പോയി എന്ന് പറഞ്ഞു. ഇന്ന് അതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് സൗണ്ട് ഇട്ടു കറണ്ട് പോയി ഗൈസ്. ഈ പുസ്തകം എടുത്തിട്ട് ഞാൻ എഴുതി എൻ്റെ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എഴുതി, എനിക്കുള്ള എൻ്റെ ബെനിഫിഷ്യലുള്ള കാര്യങ്ങൾ എഴുതി. അതായത് എങ്ങനെ പറയാം, എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യം എഴുതി. പോസിറ്റീവ്സ് മൊത്തം ഞാൻ ലിസ്റ്റ് ഓൺ ചെയ്ത് എഴുതി. എനിക്ക് ഇത്ര കാര്യങ്ങളുണ്ട്, എൻ്റെ ഇത്ര കാര്യങ്ങൾ നടന്നു, ഇത്ര മൈൽ സ്റ്റോൺസ് ഞാൻ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എഴുതി. അപ്പോൾ എൻ്റെ പ്രശ്നത്തിനേക്കാളും കൂടുതലാണ് എനിക്കുള്ള പോസിറ്റീവ്സ്. ഈ പ്രശ്നങ്ങൾ മൊത്തം ഞാൻ ഇങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ആ ഒരു 1 month കഴിഞ്ഞപ്പോൾ സോർട്ടായി. മെയിൻ സംഭവം മാനിഫെസ്റ്റേഷനുകൾക്കുള്ള വേറെ സംഭവം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ എന്തിനാണോ
ഭയങ്കര ആഗ്രഹിച്ചിട്ട് നമ്മൾ സാധനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേച്ചർ വിൽ ഫോളോ ദാറ്റ്. നേച്ചർ നമ്മളെ അതിലോട്ട് എത്തിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്. അതാണ് ഈ മാനിഫെസ്റ്റിന്റെ വേറെ സൈഡ്. ഞാൻ പറഞ്ഞല്ലേ നമ്മൾ അധികം എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക്, അതായത് ഈ കംപ്ലീറ്റ് നേച്ചർ നമ്മളെ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതെനിക്ക് പ്രൂവ് ആണ് കേട്ടോ. ഗൈസ്, അപ്പോൾ സമയം ഇപ്പം ഏകദേശം ഒരു 4:20 സത്യം പറഞ്ഞാൽ മടുപ്പായി തുടങ്ങി. റെസ്റ്റ് ഇല്ലാണ്ട് ഫുഡും കഴിച്ചിട്ടില്ല. ഫുഡ് ഇപ്പം കഴിക്കാൻ പോകുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഷൂട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പുറമേന്ന് കാണുമ്പോൾ രസം തന്നെ ഉള്ളൂ. എന്ന് സ്ക്രിപ്റ്റ് അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആയ കാരണമാണ് ഒരു രസമില്ലാത്തത്. ക്രിയേറ്റീവ് കാണാൻ സെറ്റാണ്. ഇവിടെ വെച്ചിട്ടാണ് ലാസ്റ്റത്തെ വീഡിയോ എടുത്തത്. ഏകദേശം ഒരു 6 സ്ക്രിപ്റ്റ് തീർക്കാണ്ട് ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോട്ടെ. ഹായ്. ഹലോ. 4 മണി സമയം, വൈകിട്ട് 4 മണി. നമ്മൾ ലഞ്ച് കഴിക്കുന്നു. ഇതിലൂടെ പണം ഇതില് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നു. എടുക്കാം. ഇന്നത്തെ ഷൂട്ടിനെ പറ്റി 2 വാക്ക് പറയൂ. ബ്രോ ആക്ച്വലി ഇത് ഇതാ മൈക്ക് കണക്ട് ചെയ്യാം. എനിക്ക് 2 പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കറക്റ്റ് ടൈമിലൊക്കെ എത്തിയതാണ്. ഡ്യൂ ടു സർക്കംസ്റ്റൻസസ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മഴയാണ്, കറണ്ട് പോകുന്നുണ്ട്. ഓ, നീ പറയും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ദിവസം അടിപൊളിയായിരുന്നു. കുറെ സമയം സംസാരിച്ചിരിക്കാൻ പറ്റി. അത് കറണ്ട് പോയ കാരണമാണ് സംസാരിച്ചിരിക്കാൻ പറ്റി, അല്ലാണ്ടൊന്നുമില്ല. അതെ, വർക്കിനെ പറ്റി, നമ്മുടെ വർക്കിന്റെ ഫ്രെയിം സ്റ്റുഡിയോ, അതിനെ പറ്റിയൊക്കെ 2 വാക്ക്. സ്റ്റുഡിയോന് അരെ നീയാ സ്റ്റുഡിയോ കുഴപ്പമില്ല. 2ാമത്തെ ദിവസമാണ് ഈ സ്റ്റുഡിയോയിൽ എടുക്കുന്നത്. അതുകൊണ്ട് വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര സുഖമായിട്ട് വീഡിയോസൊക്കെ എടുക്കാം. ഫ്രീഡം ഉണ്ട്, കാരണം ഫ്രീ ആണ്. ആരെങ്ങനെ പ്രഷർ ചെയ്യിപ്പിക്കാനൊന്നുമില്ല. ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓണറിനെ വിളിച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ട് സുഖമാണ്. പിന്നെ ഞാൻ വേറെ സ്റ്റുഡിയോയിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ബ്രോ ഒരുപാട് സ്റ്റുഡിയോ ഒക്കെ പോയിട്ടുള്ളതുകൊണ്ട് എന്താണ് അഭിപ്രായം? ആക്ച്വലി നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും സ്റ്റുഡിയോ ഫ്ലോറിൽ ഒരാൾ കൂടെ ഉണ്ടാവും. ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു മനസ്സമാധാനമുണ്ട്. സീരിയസ്ലി നമ്മൾ അവിടെ പോകണ്ടോ ഇവിടെ പോകണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഒരാളുണ്ടാവും. അതെടുക്കരുത്. പിന്നെ നമ്മുടെ ചിന്മയൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അഭിനയിച്ചൊക്കെ വീഡിയോ പ്രസന്റേഷനൊക്കെ ഒരു അറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്മയി അറ്റം കാണിക്കും. വെള്ളം കുടിപ്പിക്കുക. അതെ, ഞാനൊക്കെ എത്ര വെള്ളം കുടിച്ചറിയും. ചേച്ചിയാണെങ്കിൽ ഇന്ന് മൂഡ് അത്ര ശരിയില്ലാത്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ ചിന്മയി അതിന് നിങ്ങൾ ചിരിക്കണേ ഗൈസ്. ഞങ്ങൾ അടിപൊളിയായിട്ടാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. വിളിക്കാത്ത ഫ്രൈഡ് ഓടി വരും. അറിയില്ലാത്തോണ്ട് ക്യാമറമാൻ ചിന്മയോടൊപ്പം ഈ റൂളില്ലേ ശിവജിത്ത്. പിന്നെ പറയല്ലേ? പറയാം. ഇപ്പൊ അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ പാക്കപ്പ് ആയിരിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.